കൈയക്ഷരം വളരെ മനോഹരമാക്കാം സിമ്പിളായി. ഏത് ടൈപ്പ് അക്ഷരങ്ങളും ചെറിയ ഡിസൈനുകളും വരയ്ക്കുവാനുള്ള പ്രാക്ടീസ്. 5 മിനിറ്റ് എല്ലാ ദിവസവും 4 വരയിട്ട നോട്ട്ബുക്കിൽ 3 വരയിലും നിറയത്തക്ക വിധം ഒരു വൃത്തം വരയ്ക്കുന്നു. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വലിയ വൃത്തത്തിന് ഉള്ളിലായി 2 വരയിലും നിറയത്തക്ക വിധം ചെറിയ വൃത്തം വരയ്ക്കുന്നു. അടുത്തതായി 2 വരയിൽ നിറയത്തക്ക വിധം ചെറിയ വൃത്തം വരയ്ക്കുന്നു. അതിനു പുറമെ 3 വരയിലും നിറയത്തക്ക വിധം വലിയ വൃത്തം വരയ്ക്കുന്നു. ഇതാണ് പ്രാക്ടീസ്. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരച്ച ഈ വൃത്തത്തിൻ്റെ ഒരു സൈഡ് മാത്രം ഇറേസറിന് മായ്ച്ചു കളയുന്നു. ഈ ലഘു ചിത്രം മലയാള അക്ഷരം ര ആയിക്കഴിഞ്ഞു. വൃത്തം വരയ്ക്കുവാൻ കഴിയുമെങ്കിൽ മനോഹരമായ അക്ഷരം എഴുതുവാനും കഴിയും. ര അക്ഷരം തിരിച്ച് എഴുതിയപ്പോൾ പുള്ളിക്കട്ടായി. തിരിച്ചും മറിച്ചും എഴുതുവാൻ പഠിച്ചുവെങ്കിൽ മലയാള അക്ഷരം ആ എഴുതി തുടങ്ങാം. പുള്ളിക്കെട്ടും രായും അടങ്ങിയതാണ് എല്ലാ അക്ഷരങ്ങളും. ഏത് മലയാള അക്ഷരങ്ങൾ നിരീക്ഷിച്ചാലും ഇത് അനുകരിക്കുകയോ ആവർത്തിക്കപ്പെടുകയോ ചെയ്യുന്നതായി കാണാവുന്നതാണ്. ഉദാഹരണമായി മലയാള അക്ഷരം ഈ അക്ഷരം എഴുതുമ്പോഴും ഊ എഴുതുമ്പോഴും ഇതേ കാര്യം ആവർത്തിക്കപ്പെടുന്നു. വൃത്തങ്ങൾ കൊണ്ടുള്ള ഇതേ പ്രാക്ടീസ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അറിയാമോ? കാർട്ടൂണുകൾ വരയ്ക്കാം, എംബ്രോയിഡറി ഡിസൈനുകൾ വരയ്ക്കാം. യഥാർത്ഥത്തിൽ അക്ഷരങ്ങളെല്ലാം ചിത്രങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ലൈക്കും ഹൈപ്പും നൽകി പുതിയ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കാഴ്ചയ്ക്ക് നന്ദി.